കിഫ്ബിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഹിൽ ഹൈവേ റൺ കുട്ടിക്കാനം മരിയൻ കോളേജ് ഗ്രൗണ്ടിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ബോളിവുഡ് താരവും ദീർഘദൂര ഓട്ടക്കാരനുമായ മിലിൻ സുമനും ഇടുക്കിയിലെ മലയോര ഹൈവേയിൽ ഇന്ന് ഓടാനിറങ്ങും. കിഫ്ബിയിൽ നിന്നും 2017 203.36 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം ആരംഭിച്ചത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഒരു അല്പം വ്യത്യസ്തമായൊരു ഉദ്ഘാടനമാണ്. മിലിന്ദ് നമ്മുടെ ഒരു ഹൈവേയിൽ ഓടാൻ പോകുന്നു. അതിൻ്റെ ഒരു സന്തോഷം, കളർഫുള്ളായ പരിപാടിയാണ് നടക്കാൻ പോകുന്നതെന്നറിയാം. ഈ ഓട്ടത്തിൽ പങ്കെടുക്കാൻ ഒരുപാട് പേർ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ചടങ്ങുകൾ ക്രമീകരിക്കുന്ന വിവരങ്ങൾ എന്താണ് രാഹുൽ സുരേഷ്? കീർത്തന, മലയോര ജനതയുടെ ഏറെക്കാലമായുള്ള ഒരു ചിരകാല സ്വപ്നം കൂടിയാണ് പൂവണിയാൻ പോകുന്നത്. മലയോര ഹൈവേ എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു പദ്ധതിയായിരുന്നു. അത് ഏറ്റവും ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നു. അതിന്റെ ഉദ്ഘാടനമാണ് അല്പസമയത്തിനുള്ളിൽ നടക്കാൻ പോകുന്നത്. റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഉദ്ഘാടന പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഫ്ളാഗ് ഓഫ് നടക്കാൻ പോവുകയാണ്. നമ്മളുള്ളത് മരിയൻ കോളേജ് കുട്ടിക്കാനത്താണ്. കുട്ടിക്കാനത്തെ മരിയൻ കോളേജിന്റെ ഗ്രൗണ്ടിൽ നിന്നുമാണ് ഈ ഓട്ടത്തിന്റെ ഹിൽ ഹൈവേ റണ്ണിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടക്കാൻ പോകുന്നത്. ബോളിവുഡ് താരവും ദീർഘദൂര ഓട്ടക്കാരനുമായ മിലിന്ദ് സുമൻ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തും. ആദ്യഘട്ടത്തിൽ 20 കിലോമീറ്റർ ആയിരിക്കും നമ്മൾ ഓടാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും പിന്നീട് അതിന്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകാൻ പോവുകയും ചെയ്യുന്നത്. 2017 കിഫ്ബിയുടെ ഈ പ്രൊജക്ട് ഭരണ അനുമതി ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 200 കോടിയിലധികം രൂപയാണ് അനുവദിച്ചത്. ഏറ്റവും ഒടുവിൽ 235 കോടി രൂപ മുടക്കിയാണ് ഈ റീച്ച് പൂർത്തിയാവുന്നത്. 4 റീച്ച് ആയിട്ടായിരുന്നു ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടന്നത്. ആദ്യഘട്ടത്തിൽ ഈ നമ്മളുള്ള ഈ കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള റീച്ച് ആയിരുന്നു. അതിനുശേഷം ചപ്പാത്തിൽ നിന്നും കട്ടപ്പനയിലേക്ക് അടുത്ത റീച്ച് ഉണ്ടായിരുന്നു. ഇനി ഒരു റീച്ച് കൂടിയാണ് ഇനി ബാക്കി നിൽക്കുകയും ചെയ്യുന്നത്. നമ്മുടെ കൂടെ ചേരുന്നത് റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ കൂടിയാണ്. മിനിസ്റ്ററുടെ ഒരു സ്വപ്നം കൂടിയായിരുന്നു ഈ പാത എന്നുള്ളത്. നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഈ ഘട്ടത്തിൽ ഓടാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടി ആ ഒരു ഡ്രസ്സൊക്കെ ആയിട്ടാണ് മിനിസ്റ്റർ നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത്. എന്താണ് ഈ ഒരു ഘട്ടത്തിൽ സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ? മിലൻ സോമൻ പ്രശസ്തനായ ഒരു ബോളിവുഡ് താരം, പ്രശസ്തനായ ഒരു ഫിറ്റ്നസ് താരം ഈ ഹിൽ വേ റണ്ണിൽ പങ്കെടുക്കുന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പൂർണ്ണമായിട്ട് ഓടാനായിട്ടല്ല, എങ്കിലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇവിടെ പങ്കെടുക്കുന്നവർക്കും ഇതിന്റെ ഭാഗമാകുന്നവർക്കെല്ലാം അതിൻ്റെ ഒരു ആവേശം ഉണ്ടാണ്. മലയോര മേഖലയുടെ വികസന കുതിപ്പിന്റെ മാത്രമല്ല, ഭൂതകാല സങ്കല്പങ്ങളിലെ വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ചിന്തകളുടെ ഒരു വലിയ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഇപ്പം കുട്ടിക്കാനമാണെങ്കിലും വാഗമണ്ണാണെങ്കിലും കട്ടപ്പനയാണെങ്കിലും ഈ മലയോര മേഖലയിൽ കൂടിയൊക്കെ ടൂറിസം രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, കിഫ്ബിയിലൂടെ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള വലിയ പ്രവർത്തികൾ ഇവിടെ ഒരു ഡ്രീം പ്രൊജക്ട് കൂടിയായിരുന്നു. തീർച്ചയായിട്ടും ഏതാണ്ട് കേരളത്തിലോട്ടായി 1300 കിലോമീറ്ററോളം വരുന്ന മലയോര മേഖലയിലെ ഹൈവേ ആണ്. അപ്പോൾ ആ മലയോര ഹൈവേയും ഇതര പ്രവർത്തികളും ലോകശ്രദ്ധ ആകർഷിക്കാൻ പോകുന്നു. അതിൽ ഹൈറേഞ്ചിന്റെ സാന്നിധ്യം നന്നായി എടുത്തു കാണിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഏറെ സന്തോഷകരമായ തേയില തോട്ടങ്ങളും മഞ്ഞണിഞ്ഞ ഈ മേഖലയിലും എല്ലാം അതിനെ കീറി മുറിച്ചുകൊണ്ടുള്ള ഈ പാത കടന്നു പോകുമ്പോൾ വിദേശ സഞ്ചാരികൾക്ക് എത്രത്തോളം ഇത്, അല്ലെ സ്വദേശത്തുള്ളവരാണെങ്കിൽ പോലും എത്രത്തോളം സ്വീകാര്യതയുള്ളതായി മാറും എന്നുള്ളത് ഇതിന്റെ ഈ പ്രോഗ്രാമിലൂടെ ഒരു വലിയ സന്ദേശം ലോകത്തിൽ കൊടുക്കാൻ പറ്റുന്നതാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് വലിയൊരു സന്ദേശമാണ് ഇത്. നമ്മുടെ വാണിജ്യ മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റിതര മേഖലയ്ക്കും വലിയ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിയും. ധാരാളം ആൾക്കാർ ഇപ്പോൾ തന്നെ നല്ല വീതിയുള്ള പാത, ഇരു സൈഡിലും റോഡുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ പോലും യാതൊരു ഗതാഗത പ്രശ്നമില്ലാതെ പോകാൻ കഴിയും. ഇപ്പോൾ കട്ടപ്പന കുട്ടിക്കാനം മാത്രം എടുത്ത് നോക്കിയാൽ പോലും 40 കിലോമീറ്റർ ദൂരം ഏതാണ്ട് 1.5 മണിക്കൂർ സമയമെടുത്തിരുന്ന സമയത്ത് വെറും 40 മിനിറ്റ് കൊണ്ട് ഓടിയെത്താവുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇത് വലിയൊരു സന്തോഷമാണ്, വലിയ അഭിമാനകരമായ ഒരു നേട്ടമാണ്. മാത്രമല്ല ഓരോ വഴിയും ഒരു മാർഗദീപമാണ്, ഒരു ഹൃദയത്തുടുപ്പാണ്, ആവേശോജ്വലമായൊരു കാര്യമാണിത്. ഒരു കാലഘട്ടത്തിൽ മഞ്ചലിൽ എടുത്തുകൊണ്ടിരുന്ന രോഗികളെയും ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിയാതെ നടന്നു പോയിരുന്നവരുടെയും എല്ലാം മുമ്പിൽ തുറന്നിട്ടിരിക്കുന്ന ഒരു വലിയ ഒരു സർഗവേദിയായിട്ട്, ഒരു സമാനതയില്ലാത്ത ഒരു മാറ്റമായിട്ട് കാണാൻ കഴിയുന്ന നിലയിലുള്ള ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ഒരു നേർക്കാഴ്ചയും കൂടെ കാണാൻ കഴിയുന്ന സ്ഥിതിവിശേഷം ഇതിലൂടെ രൂപപ്പെട്ടിരിക്കുക.
പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു, പകരം ഇപ്പോൾ ഒരു കണ്ണാടി പോലത്തെ നല്ല കിടിലം റോഡാണ് ഈ മലയോര മേഖലയ്ക്ക് ഇതിലൂടെ ലഭിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും അല്പസമയത്തിനുള്ളിൽ ഇതിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് നടക്കാൻ പോവുകയാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളാണ് ഈ റണ്ണിൽ പങ്കെടുക്കാൻ പോകുന്നത്. അവരെല്ലാം ആ ടീഷർട്ടൊക്കെ ധരിച്ച് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. റിജിത്ത്, നമുക്ക് എന്തായാലും ഫ്ലാഗ് ഓഫിന് ശേഷം ആ റോഡിന്റെ സൗന്ദര്യം നമുക്ക് നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. റിജിത്ത്. ശരി, രാഹുൽ സുരേഷ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഏറെ നാളായി ആ മേഖലയുടെ ഒരു സ്വപ്ന പദ്ധതിയാണിത്. അത് പൂർത്തിയാവുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. മന്ത്രിയൊക്കെ അവിടെ ഓട്ടത്തിന് തയ്യാറായി.